ചേച്ചി നാളെ കല്യാണമില്ലേ, നമുക്ക് പൂവൊന്നും കിട്ടിയില്ലല്ലേ? ശരി എന്നല്ലേ, നമുക്ക് അത്ര പൂ കിട്ടിയില്ല. നമുക്ക് നാളെ പോണോ? അല്ലെങ്കിൽ നമുക്ക് പൂ കിട്ടിയില്ലല്ലോ, നമുക്ക് നാളെ കല്യാണത്തിന് പോണ്ടല്ലേ? പൂവില്ലാത്തോണ്ട് രണ്ടുപേരും കല്യാണത്തിന് പോണില്ലേ? നിങ്ങൾ നാളെ പൂവും വയ്ക്കും, കല്യാണത്തിനും പോവും. അതെങ്ങനെ? നാളത്തെ കല്യാണത്തിന് മക്കളെയും കൂട്ടി പോവാന്നാണ് ഞാൻ വിചാരിച്ചത്. പൂക്കടയിൽ ചെന്നപ്പോൾ അവർക്ക് പൂവും കിട്ടിയില്ല. പൂവില്ലാതെ അവര് കല്യാണത്തിന് വരത്തില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വീട്ടിലൊരു വെള്ള തുണി കിടക്കുന്ന ഞാൻ കണ്ടത്. ഞാൻ തുണി എടുക്കുന്ന കണ്ട് അമ്മ ചോദിക്കുകയാണ്, നിനക്കെന്തിനീ വെള്ള തുണിയെന്ന്. പൂവുണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തുണിയെടുത്തങ്ങ് വെട്ടി പൂവിന്റെ ആകൃതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കോർത്തെടുത്ത്. ഇനി അത് മുല്ലപ്പൂ ആവോന്ന് കണ്ടറിയണം. മുല്ലപ്പൂ ആയില്ലെങ്കിൽ പണി പാളും. മുല്ലപ്പൂ ആയാലും ഇല്ലെങ്കിലും ഇന്നത് തീർത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ 2 മാല ഞാനങ്ങ് ഉണ്ടാക്കിയെടുത്തു. അവർക്കത് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനതിന്റെ പണി അങ്ങ് തീർത്ത്. ഇനിയെല്ലാം കണ്ടറിയണം. പൂവ് റെഡി. നിങ്ങൾക്ക് പൂവല്ലേ വേണ്ടത്? ഇത് നിനക്ക്, ഇത് നിനക്ക്. ഇനി നാളെ കല്യാണത്തിന് പോകാമല്ലോ.